ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 13 ആണ് മനസ്സിലാക്കാൻ പോണത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇസ്രായേലിനോട് അള്ളാഹു വാങ്ങിയ ഒരു കരാറിനെ കുറിച്ചാണ് അല്ലേ. അതിൽ 7ഓളം കാര്യങ്ങൾ പറഞ്ഞു, 7-8 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്, അള്ളാഹുവിനെ അല്ലാണ്ട് നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, പിന്നെ അടുത്ത കുടുംബ ബന്ധമുള്ളവർക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നിങ്ങൾ നന്മ ചെയ്യണം, പിന്നെ നല്ലത് മനുഷ്യരോട് നല്ലത് പറയണം, നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അങ്ങനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ പറഞ്ഞു നിർത്തിയത്. ഇനി ഇതിൽ പറയണത്, അടുത്തത് പറയണതും അള്ളാഹു അവർക്ക് കൊടുത്ത അവരിൽ നിന്ന് വാങ്ങിയ ഒരു കരാറ് വാങ്ങിയ ഒരു സന്ദർഭം തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. ഇത് എന്ന് വെച്ചാൽ ഒരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞല്ലേ. ഇത് എന്ന് വെച്ചാൽ ഒരു സന്ദർഭം. അഹദാന്ന് വെച്ചാൽ വാങ്ങി, നാം. അപ്പൊ നാം വാങ്ങിയ സന്ദർഭം. മീസാഖ് എന്ന് വെച്ചാൽ ഉറപ്പ്, നിങ്ങളുടെ ഉറപ്പ്. നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയ ഒരു സന്ദർഭം. ലാ തസ്ഫിക്കൂന, നിങ്ങൾ ചിന്തുകയില്ല അല്ലെങ്കിൽ ഒഴുക്കുകയില്ല എന്ന്. ദിമാഅക്കും, നിങ്ങളുടെ രക്തങ്ങളെ. വലാ തുഖ്രിജൂന, നിങ്ങൾ പുറത്താക്കുകയുമില്ല. അംഫുസക്കും, നിങ്ങളെ തന്നെ. മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ. സുമ്മ, പിന്നീട്. അഖറർത്തും, നിങ്ങൾ സമ്മതിച്ചു. വ അൻതും, നിങ്ങളാകട്ടെ. തഷ്ഹദൂൻ, സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെയാണ് ഈ ആയത്ത്. അതായത് എന്താ പറഞ്ഞത്, ഇവർ തമ്മിൽ അങ്ങടും ഇങ്ങടും തല്ലുടിക്കാൻ പാടില്ല, അതായത് തമ്മിൽ രക്തം ചിന്താൻ പാടില്ല. പിന്നെ നിങ്ങളുടെ തല്ലുടിക്കുമ്പോഴാണല്ലോ, യുദ്ധം നടക്കുമ്പോഴൊക്കെയാണ് വീടുകളിൽ നിന്ന് പുറത്താക്കുക. തല്ലുടിച്ചിട്ട് നിങ്ങൾ വീടുകളിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്താക്കരുത്. ഈ നിങ്ങളെ തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇസ്രായേലിന് പരസ്പരം അതായത് തൗറാത്തിൽ എന്താണ്, വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ അല്ലേ. അപ്പൊ അവര് ഒരു മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സമൂഹം മാതിരിയാണ്. അപ്പൊ അവര് പരസ്പരം തല്ലുടിക്കാൻ പാടില്ല, വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. ഇവരോട് പറയുന്ന ഉപദേശമാണല്ലോ, ബനു ഇസ്രായേലിനോട് പറയുന്ന ഉപദേശമാണ്. നിങ്ങൾ അങ്ങടും ഇങ്ങടും തല്ലുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രക്തം ചിന്താൻ പാടില്ല, വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അവരൊക്കെ സമ്മതിച്ചു. സുമ്മാ ഖറർതു എന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിച്ചു ഇത്, എന്നിട്ട് നിങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ച ആൾക്കാരാണ് കേട്ടോ. ഇനി അവരെന്താ ചെയ്യണേന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. സുമ്മ, പിന്നീട്. അൻതും, നിങ്ങളാണ്. ഹ ഉലായി, ഒരു കൂട്ടർ. തഖ്തുലൂന, ഖത്തല എന്ന് വെച്ചാൽ കൊന്നു, ഖത്തല. അപ്പൊ അതിന് തഖ്തുലൂന, നിങ്ങൾ കൊല്ലുന്നു. അംഫുസക്കും, നിങ്ങളെ തന്നെ. തുഖ്രിജൂന, ഖറജ എന്ന് വെച്ചാൽ പുറത്താക്കുക എന്നാണ്. ഖറജ, പുറപ്പെട്ടു. ഇവിടെ തുഖ്രിജൂന, നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. ഫരീഖ് എന്ന് വെച്ചാൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടരെ. മിൻകും, നിങ്ങളിൽ നിന്നും. മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്നും. തലാഹറൂന, നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട്, അതായത് പരസ്പരം സെറ്റായിട്ട്. അലൈഹിം, അവരുടെ മേൽ. ബിൽ ഇസ്മി, കുറ്റം കൊണ്ടും. വൽ ഉദ്വാൻ, അതിക്രമവും. തൂക്കും, അവർ നിങ്ങളുടെ അടുക്കൽ വന്നാലോ. ഉസാറ, തടവുകാരായി. തുഫാദൂഹും, നിങ്ങൾ അവർക്ക് മോചനമൂല്യം നൽകുന്നു. വഹുവ മുഹറമുൻ, അതാകട്ടെ നിഷിദ്ധമാണ്. അലൈക്കും, നിങ്ങളുടെ മേൽ. ഇഖ്റാജുഹും, അവരെ പുറത്താക്കൽ. അഫതുഅ്മിനൂന, അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണോ. ബിബഅദിൽ കിതാബി, വേദഗ്രന്ഥത്തിലെ ചിലതിനെ. വതക്ഫുറൂന ബിബഅദ്, ചിലതിനെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു. ഫമാ ജസാഉ, എന്നാൽ പ്രതിഫലമില്ല. മൻ യഫ്അലു ദാലിക, അപ്രകാരം ചെയ്യുന്നവരുടെ. മിൻകും, നിങ്ങളിൽ നിന്നും. ഇല്ലാ ഖിസിയുൻ, അപമാനമല്ലാതെ. ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്തിൽ.
വയൗമൽ ഖിയാമത്തി പരലോകത്ത് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിലാകട്ടെ യുറദ്ദൂന അവർ തള്ളപ്പെടും ഇലാ അശദ്ദിൽ അദാബ് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക്. വമല്ലാഹു അല്ലാഹു അല്ലതാനും ബിഗാഫിലിൻ അശ്രദ്ധൻ, ഗാഫിൽ എന്ന് വെച്ചാൽ അശ്രദ്ധനായുള്ളവൻ, അശ്രദ്ധനല്ല അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. ഇതാണ് ഈ ഒരു ആയത്തെന്ന് പറഞ്ഞാൽ. അതായത് ഇതിൽ പറയണത് ഇങ്ങനെ കരാറൊക്കെ വാങ്ങിച്ചു, അള്ളാഹുവിനോട് പറഞ്ഞു എന്താ രക്തം ചിന്താൻ പാടില്ല എന്നൊക്കെ അള്ളാഹു പറഞ്ഞപ്പോൾ ഇവരൊക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തതെന്നാണ് ഈ ആയത്തിൽ പറയണത്. അപ്പോൾ മദീനയിൽ 2 അറബി ഗോത്രങ്ങളാണ് ഉള്ളത്, ഔസും ഖസ്റജും. പിന്നെ യഹൂദികളുടെ 3 ഗോത്രങ്ങളുണ്ട്, ബനു നളീർ, ബനു കൈനുക്കാ, ബനു ഖുറൈള. നമ്മൾ കുറേ പ്രാവശ്യം ഈ 3 ഗോത്രങ്ങളുടെ പേര് പറയണം അല്ലേ. അപ്പൊ ഇവരാണുള്ളത്. അപ്പൊ ഈ അറബി ഗോത്രങ്ങളില് ഈ ഔസ് ഖസ്റജ് തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. അവർ ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ എപ്പോഴും തല്ലുണ്ടാക്കും, യുദ്ധം നടക്കും. അപ്പോൾ ഇതില് ബനു കൈനുക്കാവും ബനു നളീറും ഖസ്റജ് ഗോത്രത്തിന്റെ കൂടെ സെറ്റാണ്. മറ്റേ ബനു ഖുറൈള ഔസ് ഗോത്രത്തിന്റെ കൂടെ അവരും സെറ്റാണ്. അപ്പൊ ഈ 2 വിഭാഗവും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അറബി ഗോത്രങ്ങൾ രണ്ടും 2 സൈഡിലാണ്. ഒരു അറബി ഗോത്രത്തിന്റെ കൂടെ 2 യഹൂദികളുടെ ഗോത്രമുണ്ട്, ഒരു അറബി ഗോത്രത്തിന്റെ കൂടെ ഒരു യഹൂദികളുടെ ഗോത്രമുണ്ട്. അപ്പൊ 2 സൈഡിലായി. അപ്പൊ ഇവര് യുദ്ധം നടത്തുമ്പോൾ അങ്ങടും ഇങ്ങടും ഈ യഹൂദികൾ അപ്പുറത്തെ സെറ്റിലുള്ള യഹൂദികളായിട്ട് തല്ലുപിടിക്കുമല്ലോ, ആ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അവര് പരസ്പരം ഉപദ്രവിക്കും, കൊല്ലും. അങ്ങനെയാണ് രക്തം ചിന്തും. രക്തം ചിന്തരുതെന്ന് പറഞ്ഞു, അങ്ങനെ രക്തം ചിന്തലായി, വീട് നിന്ന് പുറത്താക്കലായി. അപ്പോൾ ഇവരോട് പറഞ്ഞ കരാറ് ഇവർ തെറ്റിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരോട് ചോദിക്കും, എന്നിട്ട് ഇങ്ങനെ യുദ്ധത്തിൽ ചിറ പിടിക്കൂലേ ആൾക്കാരെ, യുദ്ധത്തിൽ പിടിച്ചു കൊണ്ടുവരണവരെ മോചനദ്രവ്യം കൊടുത്തിട്ട് ഇവർക്ക് മോചിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചിറ പിടിച്ച ആൾക്കാരെ ഇവർ അതിനു വേണ്ടി പൈസയൊക്കെ സമ്പാദിച്ചിട്ട് ശേഖരിച്ചിട്ട് അവരെ പോയിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇതെന്താ ഇങ്ങനെ ഇവർ ചെയ്യണേന്ന് ഇവരോട് ചോദിച്ചാൽ അവർ പറയണെന്താ, ഞങ്ങളുടെ കൂടെയുള്ള സഖ്യകക്ഷികളെ വഞ്ചിക്കുന്നത് അത് അപമാനമാണ്, അതുകൊണ്ട് അങ്ങനെ അവരെ വഞ്ചിക്കാൻ പറ്റില്ല, യുദ്ധം വരുമ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്യും. പിന്നെ ഇവരെ തിരിച്ച് മോചിപ്പിക്കണം എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബന്ധനസ്ഥരെ മോചിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് അള്ളാഹു കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ കൽപ്പന അവർക്ക് ഓക്കെയാണ്, യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള കൽപ്പന അവർ മറന്നു കളയാണ് ചെയ്യണത്. അതാണ് ഈ ഒരു ആയത്തിൽ പറയണത്. സുമ്മൻതും നിങ്ങളായി, പിന്നെ നിങ്ങളായി ഹാ ഉലാഗി ഇങ്ങനെയുള്ളവരാണ്. എങ്ങനെയാണ് തഖ്തുലൂന അൻഫുസക്കും നിങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലും, വതുഖ്രിജൂന ഫരീഖം മിൻഹും മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ അവര് പുറത്താക്കുകയും ചെയ്യും. തലാഹറൂന അലൈഹിം എന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട്, അതായത് അവര് മറ്റേ ഗോത്രങ്ങളുമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് ഇവരെ തന്നെ ഇവരെ കൂടെയുള്ള ആളുകളെ തന്നെ ഇവര് വീടുകളിൽ നിന്ന് പുറത്താക്കുകയും രക്തം ചിന്തുകയൊക്കെ ചെയ്യും. എന്നിട്ട് അതാണ് തടവുകാരായി വരുമ്പോൾ ഉസാറ തുഫാദൂഹും എന്ന് വെച്ചാൽ ഉസാറ, അങ്ങനെ അവര് നിങ്ങളുടെ അടുത്ത് ഈ തൂക്കും, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഉസാറ തടവുകാരായിട്ട് വരുമ്പോൾ തുഫാദൂഹും നിങ്ങൾ അവർക്ക് മോചനദ്രവ്യം നൽകുന്നു, എന്നിട്ട് നിങ്ങൾ അവരെ മോചിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും അവരെ പുറത്താക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ, വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കും, വിശ്വസിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കിട്ടണ പ്രതിഫലം എന്താണ്, നിങ്ങൾക്ക് അപമാനമാണ്. ഇഹലോകത്തിലും അപമാനമായിരിക്കും, ഖിയാമത്ത് നാളിൽ ഏറ്റവും വമ്പിച്ച ശിക്ഷ, കഠിനമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണത്. അള്ളാഹു ഇതൊന്നും കാണാണ്ടിരിക്കണില്ല, ശ്രദ്ധിക്കാണ്ടിരിക്കല്ല, നിങ്ങൾ പ്രവർത്തിക്കണതിനൊക്കെ നല്ല കൃത്യമായി സൂക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു എന്നാണ് ഈ ഒരു ആയത്തിൽ ഓർമ്മിപ്പിക്കണത്. അപ്പൊ ഇത് ഇവിടെയും അത് എന്താണ്, യഹൂദികളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് വന്നതെങ്കിലും ഇത് നമുക്കും കൂടി ബാധകമാണ് അല്ലെ. നമ്മള് ഖുർആനിലെ ചില നിയമങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നമസ്കാരം നോമ്പ് ഒക്കെ കൃത്യമായിരിക്കും. സക്കാത്തിന്റെ വിഷയം വരുമ്പോൾ ചിലപ്പോൾ അത് കൊടുക്കാത്തവരുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അതും ചെയ്യണവരാണെങ്കിൽ പലിശയുടെ വിഷയം വരുമ്പോൾ അവിടെ ചിലപ്പോൾ എന്താണ് നമ്മൾക്ക് കൃത്യമായിട്ട് അതിന് നീതി പാലിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ ചിലപ്പോൾ മക്കളുടെ കല്യാണം വരുമ്പോൾ അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ നമ്മളും ഈ പറയണ എന്താണ് ചിലതിനെ വിശ്വസിക്കുകയും ചിലതിനെ നമ്മൾ മറന്നു കളയും, മനഃപൂർവ്വം മറന്നു കളയുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നമ്മളും പെടും. അപ്പം നമ്മളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത്. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നിസ്സഹായരായി വരണ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും പരമാവധി നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് തന്നെയാണ് അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ അടുത്ത ആയത്തിൽ പറയണത് ഉലായിക്കല്ലദീന ഇഷ്തറവുൽ ഹയാത്തദ് ദുനിയ, അക്കൂട്ടര് അവര് യാതൊരു കൂട്ടരാണ് അവർ ഇഹലോക ജീവിതത്തെ വാങ്ങുന്നു ബിൽ ആഖിറ, പരലോകത്തിന് പകരം. പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായത്, പക്ഷെ അവർ അതിന് പകരം ഇഹലോകത്തെ, ഇവിടത്തെ കുറച്ച് ഇപ്പോഴത്തെ സുഖം നോക്കിയിട്ട് അവര് ഈ ലോകത്തെ വാങ്ങുന്നു. ഫലാ യുഖഫഫു അൻഹും, അതിനാൽ അവർക്ക് ലഘുവാക്കപ്പെടുകയില്ല അദാബ്, ശിക്ഷ. വലാഹും യുൻസറുൻ, അവര് സഹായിക്കപ്പെടുകയുമില്ല. അള്ളാഹു പറയാണ് അവര് ഈ ലോകത്തിന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകണത്, പരലോകത്തിന് അവർ വിറ്റ് കളയാണ് ചെയ്യണത്, അതിനെ അവർ മറന്നു കളയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ശിക്ഷ കുറച്ച് കിട്ടൂല, ലഘുവാക്കുകയില്ല. അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും അവിടെ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടുകയുമില്ല. അടുത്തത് വലഖദ് ആതൈന മൂസൽ കിതാബ, തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വഖഫൈന, നാം തുടർത്തുകയും ചെയ്തു. മിൻ ബഅദിഹി ബിർറുസുൽ, അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം പ്രവാചകന്മാരെ ഈ ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട്. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം തുടങ്ങി ഈസാ നബി അലൈഹി ഇസ്ലാം വരെ തുടരെ പ്രവാചകന്മാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് പറയണത്. അറബികൾക്ക് പക്ഷെ അങ്ങനെയല്ല അല്ലെ. ഇസ്മായിൽ നബി അലൈഹി സ്വലാം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇവർക്ക് തുടരെ പ്രവാചകന്മാരെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആതൈന, നാം നൽകുകയും ചെയ്തു. ഈസബിനെ മറിയമിന്റെ പുത്രൻ ഈസാക്കും ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകൾ. അയ്യദ്നാഹു, അദ്ദേഹത്തെ നാം ബലപ്പെടുത്തുകയും ചെയ്തു. ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അഫകുല്ലമാ ജാഅക്കും, എന്നിട്ട് നിങ്ങൾക്ക് വരുമ്പോഴൊക്കെയും റസൂലും, ദൂതന്മാർ, ദൈവദൂതന്മാർ വരുമ്പോഴൊക്കെ എന്താ ചെയ്യണേ? ബിമാലാ തഹ്വ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല യാതൊന്നുമായി ദൂതന്മാര്, അതായത് ദൂതന്മാര് അവരുടെ ഓരോ നിയമങ്ങളുമായിട്ട് വരുമ്പോ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അംഫുസുക്കും മുസ്തക്ബർത്തും, അപ്പൊ അവരുടെ മനസ്സുകൾക്ക് അത് ഇഷ്ടാവണില്ല, അപ്പൊ അവര് അഹംഭാവം കാണിക്കും. ഫരീഖൻ, എന്നിട്ട് ഒരു വിഭാഗത്തെ കദ്ദബത്തും, കളവാക്കുകയും ചെയ്തും. ഫരീഖൻ, ഒരു കൂട്ടരെ തഖ്തുലൂൻ, വധിക്കുകയും ചെയ്യുന്നു. അതായത് മൂസാ നബി അലൈഹി സ്വലാമിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാര് ഇവരിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് പിന്നെ പറഞ്ഞു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു, മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എവിടെ ഖുറാനിൽ പറയുമ്പോഴും ഈസബിന് മറിയം എന്നാണ് അള്ളാഹു പറയണത്. വേറൊരു പ്രവാചകനും ഇബിന് കൂട്ടിയിട്ട് പറയാറില്ല, ഇന്നാളുടെ മകൻ എന്ന് പറയാറില്ല. പക്ഷെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിതാവില്ലാത്തത് കൊണ്ടും പിന്നെ അള്ളാഹുവിന്റെ പുത്രനാണ് എന്നങ്ങനെ പല ഇതുള്ളത് കൊണ്ടും അള്ളാഹു ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടെ ഈസാ നബിയുടെ പേര് പറയുമ്പോഴും ഈസബിനു മറിയം എന്നാണ് പറയണത്, മറിയമിന്റെ പുത്രനായ ഈസ. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനും ഒരുപാട് തെളിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തി എന്നും പറയുന്നുണ്ട്. അപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാം വരുമ്പോ തൗറാത്തിലുണ്ടായിരുന്ന കുറച്ച് ചില നടപടികൾ ക്രമങ്ങളൊക്കെ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചെറിയ മാറ്റങ്ങളൊക്കെ അള്ളാഹു വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇവർ പറയും തൗറാത്തിനെ നിഷേധിക്കുന്നു എന്ന് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ബലപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നായിട്ടാണ് പറയണത്. ഒന്ന് പറയണത് ഇഞ്ചീൽ തന്നെയാണ്, ഇഞ്ചീലാകുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയണത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആത്മാവാണെന്ന് പറയുന്നത്. അതെന്ന് വെച്ചാല് പിതാവില്ലാണ്ട് ജനിച്ചത് കൊണ്ട് മാതാവിൽ നിന്ന് മാത്രമല്ല ഉണ്ടായത്, അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റൂഹിൽ നിന്നും ഊതിയിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പൊ ആ ആത്മാവാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു അഭിപ്രായം പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ്. അപ്പൊ അതിനാണ് കൂടുതൽ പിൻബലമുള്ളത്. ബലപ്പെട്ട അഭിപ്രായം അതാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് പരിശുദ്ധാത്മാവ്, റൂഹുൽ ഖുദുസ് എന്നറിയപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഇതില് സൂറത്തുൻ നഹലില് അള്ളാഹു പരിശുദ്ധ ഖുർആനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, നിന്റെ റബ്ബിങ്കൽ നിന്ന് അതിനെ പരിശുദ്ധാത്മാവ് ഇറക്കിയിരിക്കുന്നു. അപ്പൊ അതെന്തായാലും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതായത് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാം എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അള്ളാഹുയെ അദ്ദേഹത്തെ റൂഹുൽ ഖുദുസിനെ കൊണ്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ തന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണത് റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് എന്നാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത എന്താണ് തെളിവുകളും ദൃഷ്ടാന്തങ്ങളൊക്കെ അടുത്ത സൂറത്തിൽ ഇൻഷാല്ലാ ആലുംറാനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അള്ളാഹു പറഞ്ഞേക്കണം എന്താണ്, തുടരെ തുടരെ പ്രവാചകന്മാരെ അയച്ചു, ഈസാ നബി അലൈഹി സ്വലാമിനും ദൃഷ്ടാന്തങ്ങൾ അയച്ചു, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ബലപ്പെടുത്തി. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടാവില്ല. ഈ നിയമങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾക്ക് ഇഷ്ടപ്പെടൂല. ലാ തഹ്വാ അൻഫുസക്കും എന്നാണ് പറഞ്ഞേക്കണത്. നിങ്ങളുടെ ദേഹങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടാവുമ്പോൾ അവരെന്താ ചെയ്യണത്? ഇവര് അഹങ്കാരം കാണിക്കും. എന്നിട്ട് പ്രവാചകന്മാരെ കുറെ പേരെ കളവാക്കി കുറെ പ്രവാചകന്മാരെയൊക്കെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയണേ. പിന്നെ വഖാലു ഖുലൂബുനാ ഗുൽഫ്. അപ്പൊ ഇവര് പറയണ എന്താ അറിയോ? ഇതൊക്കെ ചെയ്യണേനുള്ള അവര് കാര്യം പറയാണ്, ഞങ്ങളുടെ മനസ്സുകളെല്ലാം ഉറയിടപ്പെട്ടതാണ്, അല്ലെ മൂടപ്പെട്ടതാണെന്നാണ് അവര് പരിഹസിച്ചുകൊണ്ട് പറയാണ്. ബല്ല അനഹുമുല്ല, പക്ഷെ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസ നിമിത്തം. ഫഖലീലൻ, വളരെ കുറച്ചു മാത്രം. മായുമിനൂൻ, അവർ വിശ്വസിക്കും. അപ്പൊ അവര് സ്വന്തമായിട്ട് തന്നെ ഇവര് പറയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ മൂടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ഇതൊന്നും കേൾക്കാത്തതും അനുസരിക്കാത്തതും എന്നാണ് പറയണത്. അപ്പോൾ അറബികള് വിശ്വസിക്കാത്ത മാതിരിയല്ല യഹൂദികളുടെ അവിശ്വാസം തന്നെ കുറച്ചും കൂടി ആക്ഷേപിക്കപ്പെടുന്ന ആണ്. കാരണം അവർക്ക് എല്ലാം അറിയാം, വേദഗ്രന്ഥത്തിൽ അവർക്ക് കൃത്യമായി എല്ലാം അറിയിച്ചു കൊടുത്തിട്ടാണ് ഇവര് ഇങ്ങനെ ഇതിൽ നിന്ന് മാറിപ്പോണത്. അപ്പൊ ഇവര് തന്നെ എന്താണ് പരിഹസിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ അള്ളാഹു പറയണ എന്താണ്, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവരിൽ വളരെ കുറച്ച് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അവരിലുള്ളവരിൽ വളരെ കുറച്ച് ആളുകൾ, മുഴുവൻ ആളുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ പറയണത് ഇവരിലേക്ക് ഒരാൾക്കും പൂർണ്ണമായ വിശ്വാസം വരില്ല എന്ന്. ഇതിൽ പൂർണ്ണമായി അവർ വിശ്വസിക്കില്ല, കുറേയൊക്കെ വിശ്വസിക്കും, പക്ഷെ കുറെ ഭാഗം അവര് വിശ്വസിക്കുകയില്ല. അങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിന് പറയുന്നുണ്ട്. എന്തായാലും ഇവര് എന്താണ്, അള്ളാഹു ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഈ ഒരു പേജിൽ 84 തുടങ്ങി 88 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഒന്ന് മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മൾ ബനു ഇസ്രായേലിയരുടെ മുമ്പ് ലാസ്റ്റ് പറഞ്ഞത് ഒരു കരാറിനെ കുറിച്ചാണ്. അതിലൊരു 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയണത് അവരോട് അള്ളാഹു വാങ്ങിയ ഒരു ഉറപ്പാണ്. എന്താണ്, നിങ്ങൾ പരസ്പരം രക്തം ചിന്താൻ പാടില്ല, നിങ്ങൾ പരസ്പരം വീടുകളിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്താക്കാൻ പാടില്ല. ഈ നിങ്ങളെ തന്നെ എന്ന് പറയുന്നത് ഈ ഒരു സമുദായത്തിന് ഒറ്റ സമുദായമായി നിങ്ങളൊരൊറ്റ സഹോദരങ്ങളാണ് എന്നൊരു ഇതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം, അല്ലെ? ഒരു മതത്തിലുള്ളവരെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്താൻ പാടില്ല, വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് ഇവരോട് അള്ളാഹു പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സമ്മതിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? യുദ്ധം വരുമ്പോൾ യുദ്ധം ചെയ്യും, പരസ്പരം യുദ്ധം ചെയ്യും. അങ്ങനെ ഇവർ വീടുകളിൽ നിന്നും പുറത്താക്കും. എന്നിട്ട് തടവുകാരായിട്ട് പിടിക്കപ്പെടുമ്പോൾ ഇവര് പൈസ കൊടുത്ത്, മോചനദ്രവ്യം കൊടുത്ത് ഇവരെ മോചിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അവര് എന്താ, വേദഗ്രന്ഥത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരനുസരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ അവര് മറന്നു കളയുകയും ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ച് അള്ളാഹു അവിടെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയണത്. പിന്നെ പറയണത് എന്താ, ഇവര് ഇഹലോകത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്, പരലോകം ഇവർ മറന്നു കളയാണ്. അതുകൊണ്ട് ഇവർക്ക് ശിക്ഷ ഒരിക്കലും ലഘുവാക്കപ്പെടുകയില്ല, അവർക്ക് അവിടെ ഒരു സഹായം കിട്ടുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂസാ നബിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാരുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ റൂഹുൽ ഖുദുസ് കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്യുക, ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവര് പ്രവാചകന്മാരെ കളവാക്കും, അല്ലെങ്കിൽ കൊന്നുകളയുകയും ചെയ്തു. അപ്പൊ അള്ളാഹു പറയാണ്, അല്ല ഇവര് തന്നെ പറയും, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറയിടപ്പെട്ടതാണ് ആണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നല്ല, അള്ളാഹു അവരുടെ അവിശ്വാസം കൊണ്ട് അവരെ ശപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരിൽ കുറച്ച് ആളുകൾ മാത്രമേ, അല്പം മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഒരു പേജ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ആമീൻ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കണം.
അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.